ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എക്കോ എന്നുള്ളൊരു മൂവിയുടെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ വരുന്നത്. മൂവിയെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ മൂവി ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പച്ചപ്പും ഈ ഗ്രീനറിയും ഭയങ്കര ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക്. അപ്പോൾ ഈ മൂവി തന്നെ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. നമ്മുടെ പൊന്മുടി ഹിൽസിൽ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ആ മൂവി കണ്ടപ്പം. എനിക്ക് അവിടെ എവിടെയെങ്കിലും താമസിക്കണമെന്നും തോന്നി ആ മൂവി കണ്ടപ്പം. അങ്ങനത്തെ ഉള്ളൊരു മൂവിയാണ്. പിന്നെ നമ്മുടെ സന്ദീപിൻ്റെ കരിയറിലെ ബെസ്റ്റ് പ്രോജക്റ്റാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ ഇറക്കിയ ടീംസാണ് എക്കോ എന്നുള്ളൊരു മൂവിയെ ഇറക്കിയിരിക്കുന്നത്. എനിക്കിതൊന്നും ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. മൂവി 100% ഓക്കെയാണ്. ഇപ്പോൾ കാണുന്നവർക്കും അത് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. ത്രില്ലറിലാണ് മൂവി പൊക്കോണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ കണ്ടാലേ നമുക്ക് അതിലൊരു സീൻസൊക്കെ നമ്മളും കൂടെ അതിനകത്ത് ഉള്ളതായിട്ട് തോന്നത്തുള്ളൂ. അങ്ങനെ ഒരു മൂവിയാണ്. നല്ല നല്ല പെർഫോമൻസാണ് എല്ലാവരും വെച്ചേക്കുന്നത്. എനിക്ക് ഒരു നെഗറ്റീവ്സ് ഈ മൂവിയെ കുറിച്ച് പറയാനില്ല. പിന്നെ ഇത് സ്ലോയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ മൂവി സ്ലോയിൽ പോയാൽ പോലും ഒരു ലാഗ് പോലും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അതിൽ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല രീതിക്ക് ആ പട്ടികൾ വരെ നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. മൊത്തത്തിൽ ഫിലിം ഓക്കെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സീനറിയൊക്കെ നന്നായിട്ട് തോന്നത്തുള്ളൂ. അതിലെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. നല്ല മൂവിയാണ്. എനിക്ക് ഒരു നെഗറ്റീവ്സും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സ് നിറയും. അതും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ, ബൈ.